ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു ഇൻഷുറൻസ് പോളിസി എടുത്താലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അത് നമുക്ക് അനുയോജ്യമായ പ്ലാൻ ആണോ എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ നമ്മൾ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് എടുത്തു എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഒരു സ്കീം എടുക്കുകയല്ല വേണ്ടത്. നമ്മൾക്ക് ആവശ്യമുള്ള നമ്മളുടെ നീഡിനനുസരിച്ച് നമ്മളുടെ ഭാവിയിലേക്ക് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു പോളിസിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് തുകയാണ്. അതായത് നമ്മൾ എത്ര ഇതിനാണോ എത്ര പർച്ചേസ് പ്രൈസിനാണോ ആ ഒരു സ്കീം എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് നമ്മുടെ ആവശ്യത്തിന് ഭാവിയിലെ ആവശ്യത്തിന് അത് ഉതകുന്നതാണോ എന്നുള്ളത്. മിക്ക ആളുകളും എന്ത് ചെയ്യുന്ന പ്രീമിയം വളരെ കുറഞ്ഞു കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിലുള്ള പോളിസി മതി എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷെ അങ്ങനെ ഒരു പോളിസി എടുക്കുമ്പോൾ അതിന്റെ പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ അതിന്റെ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ തുകയായിരിക്കും. ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ മതി എന്ന് വിചാരിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് അതുപോലെ കുറഞ്ഞതായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു ഭാവിയിൽ വരുന്ന ഒരു ആവശ്യത്തിന് അത് ഉതകില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രീമിയം കുറച്ച് മതി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറ്റിപ്പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾക്ക് പ്രീമിയം അല്ല പ്രശ്നം, നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു 10-20 വർഷം കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് വരേണ്ട എമൗണ്ട് എത്രയാണോ അത് അനുസരിച്ചിട്ട് വേണം നമ്മൾ ആ സ്കീം എടുക്കാനായിട്ട്. അല്ലാതെ പ്രീമിയം അല്ല നമ്മൾ ബേസ് ചെയ്യേണ്ടത്. അടുത്ത ഒരു കാര്യം, നമ്മൾ എടുക്കുന്നത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള അഡ്വൈസറിന്റെ കയ്യിൽ നിന്ന് ആയിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടെത്തേണ്ടത് നല്ല ഒരു കമ്പനി ആയിരിക്കണം. കമ്പനി നല്ലതെന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി നൽകുന്ന കമ്പനി ആയിരിക്കുമോ, കൃത്യമായിട്ട് ക്ലെയിം സെറ്റിൽമെന്റ് നടത്തുന്ന കമ്പനിയാണ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ പോകുന്ന റിസ്കിനെ കവറേജ് ചെയ്യാനും അതുപോലെ നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ നടക്കാനും ഉതകുന്ന രീതിയിലുള്ള പോളിസികൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.